എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സ്റ്റാർ ട്രെയിൽ ഫോട്ടോ ഈ കാണുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് മൊബൈലിൽ എടുക്കുക എന്ന്. സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് മൊബൈലിൽ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ഫോണും 3 ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആർക്കും എടുക്കാവുന്ന ഒന്നാണ് ഈ സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി? സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി മൊബൈലിൽ എടുക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ക്യാമറയിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്, ഇനി നമുക്ക് ഇഷ്ടമുള്ള കോമ്പോസിഷൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തുള്ള ഈ ഫോട്ടോ നിങ്ങൾ കണ്ടോ, അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് ചെറിയ ചെറിയ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോകുന്തോറും അത് വലുതായി വന്നിട്ട് സെൻറ്ററിലെത്തുമ്പോൾ എക്സാക്ട്ലി സെൻറ്ററിൽ വലിയൊരു ലൈൻസ് നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ കോമ്പോസിഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ എങ്ങനെ ഈ ഫോട്ടോ മെർജ് ചെയ്തിട്ട്, അതായത് ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എന്താണെന്ന് നോക്കാം. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയാമായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ സത്യമായിട്ടും കുറേ ലൈൻസ് അല്ലാണ്ട് അവർക്കും വേറെ ഒന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, അല്ലേ? ഈ ഫോട്ടോയിൽ കാണുന്നതും അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രം നമ്മൾ വൈകുന്നേരം കാണുന്നു. ആ നക്ഷത്രം നമ്മൾ രാത്രി ഒരു 11 മണിക്ക് നോക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം കണ്ട അതേ പൊസിഷനിലായിരിക്കില്ല ആ നക്ഷത്രം ഉണ്ടാവുക. അതിൻ്റെ സ്ഥാനം മാറിയിരിക്കും. ഇത് നക്ഷത്രങ്ങൾ മൂവ് ആവുന്നത് കൊണ്ടല്ല, നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഭൂമി ചുറ്റുന്നതും നമ്മുടെ ഭൂമിയുടെ സ്ഥാനം മാറുന്നതിനും അനുസരിച്ച് നമുക്ക് തോന്നുന്നതാണ് ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം വളരെ പതുക്കെയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനെയാണ് സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം മാറുന്നത് നമ്മൾ ലോങ് എക്സ്പോഷർ വെച്ച് ഫോട്ടോ എടുക്കുന്നതിനെയാണ് സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണമെന്നുള്ളത് നോക്കാം. മാനുവൽ മോഡുള്ള ഒരു ക്യാമറ. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് OnePlus 3T ആണ്. നിങ്ങൾക്കറിയാം ഇത് ഒരുപാട് പഴയ ഫോണാണ്. തീർച്ചയായും എന്നെക്കാളും നല്ല മികച്ച ഫോണുകളായിരിക്കും നിങ്ങളെ കയ്യിലുണ്ടാവുക. ഇപ്പോൾ OnePlus 8 എങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ കയ്യിലുള്ള ഞാൻ ഈ ഫോട്ടോ എടുത്തുള്ള ക്യാമറ എന്ന് പറയുന്നത് ഒരുപാട് പഴയ ഫോണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. അപ്പോൾ വേണ്ടത് മാനുവൽ മോഡുള്ള ഒരു ക്യാമറ, 3 ആപ്ലിക്കേഷൻ. ഇതിൽ 3 ആപ്ലിക്കേഷനും ഞാൻ പേര് പറഞ്ഞുതരാം. ആദ്യമായിട്ട് വേണ്ടത് സ്റ്റാർ വാക്ക് 2. സ്റ്റാർ വാക്ക് 2 എന്ന് പറയുന്നത് ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. സ്റ്റാർ വാക്ക് 2ൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിങ്ക് പോപ്പപ്പ് ആവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് സ്റ്റാർ വാക്ക് 2ൻ്റെ ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് മാനുവൽ മോഡുള്ള ഒരു ക്യാമറ, സ്റ്റാർ വാക്ക് 2 ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇൻ്റർവിലോമീറ്റർ. ഇൻ്റർവിലോമീറ്റർ എന്ന് പറയുന്നത് ടൈം ലാപ്സ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഇൻ്റർവിലോമീറ്റർ ചെയ്യുന്ന അതേ ജോബ് ചെയ്യുന്ന ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ വേറെ ഫ്രീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മാനുവൽ മോഡുള്ള ഒരു ക്യാമറ, സ്റ്റാർ വാക്ക് 2, ഇൻ്റർവിലോമീറ്റർ. ഇനി വേണ്ടത് സ്റ്റാർ ട്രെയിൽ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് തികച്ചും ഫ്രീ ആണ്. ഈ സ്റ്റാർ ട്രെയിൽ ആപ്ലിക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ മെർജ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോൻ്റെ അവസാനത്തിൽ സംസാരിക്കാം. അപ്പോൾ നമ്മൾ എക്യുപ്മെൻസിനെ കുറിച്ച് പറഞ്ഞു. മാനുവൽ മോഡുള്ള ക്യാമറ, സ്റ്റാർ വാക്ക് 2, ഇൻ്റർവിലോമീറ്റർ, സ്റ്റാർ ട്രെയിൽ. ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് വേണം. പക്ഷേ അത് അത്ര അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ട്രൈപോഡ് ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. ട്രൈപോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് മൊബൈൽ വെച്ചിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ മൊബൈൽ ഏതെങ്കിലും തറയിൽ വെച്ചിട്ടും എടുക്കാം. അതുകൊണ്ട് ട്രൈപോഡ് ഒരു തീർച്ചയായും വേണ്ട ഒന്നല്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ്. ഇനി കോമ്പോസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം, അതായത് ഫ്രെയിം വെക്കുന്നത്. ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇപ്പോൾ ഞാൻ എടുത്തുള്ള ഫോട്ടോയിൽ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, എൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് ആ ലൈൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകെ അത് വലുതായിട്ട് വരും. ചില ഫോട്ടോസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോട്ട് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ചുറ്റും ഒരു സർക്കിളായിട്ട്
വലുതായി വരും. ഇങ്ങനെ സ്റ്റാർ ട്രയൽ ഫോട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ കാണും. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ വെക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർ വാക്ക് 2 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ പോളാറിസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ കാണിക്കും പോളാറിസ് എന്നുള്ള സ്റ്റാർ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ആരോ മാർക്ക് കാണിക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മളോട് പറയുകയാണ് പോളാറിസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത നക്ഷത്രം കാണണമെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്ക് കാണിക്കുന്ന ഈ പോയിൻ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മുടെ മൊബൈൽ മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് അങ്ങോട്ട് ആ ആരോ മാർക്ക് നമുക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളത് കാണിക്കുന്ന പൊസിഷനിലേക്ക് നമ്മളെ മൊബൈൽ ഇങ്ങനെ കൊണ്ടുപോകുക. എപ്പോൾ നമ്മുടെ മൊബൈൽ ആ നക്ഷത്രത്തിൻ്റെ നേരെ വരുന്നോ അപ്പോൾ അതിൽ കാണിക്കും ഇതാ ഇവിടെയാണ് പോളാറിസ് എന്നുള്ളത്. ഇപ്പോൾ ഈ പോളാറിസ് എന്ന നക്ഷത്രത്തിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് നോർത്ത് പോളിൽ ഏറ്റവും സെൻറ്റർ, ഏറ്റവും നടുവിലുള്ള നക്ഷത്രം. അവൻ ഒരിക്കലും അനങ്ങില്ല. അപ്പോൾ അവനെ ചുറ്റിയാണ് മറ്റുള്ള നക്ഷത്രങ്ങളൊക്കെ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോഴും വീണ്ടും ഞാൻ പറയാം, നക്ഷത്രങ്ങൾ കറങ്ങുന്നില്ല. ഭൂമി റൊട്ടേറ്റ് ആകുമ്പോൾ ഈ ഒരു നക്ഷത്രം മാത്രം സെൻറ്ററിൽ നിൽക്കും അല്ലേ. എന്നിട്ട് മറ്റുള്ള നക്ഷത്രങ്ങളാണ് നമുക്ക് സർക്കിളായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഫ്രെയിമിൽ എവിടെയാണോ ആ പോളാറിസ് വേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നതിൽ പോളാറിസ് എനിക്ക് വേണ്ടത് ഏറ്റവും താഴെ ബോട്ടം ലെഫ്റ്റ് കോർണറിലായിട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങനെയാണ് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് സ്റ്റാർ ട്രയൽ ഫോട്ടോഗ്രാഫിയിൽ കോമ്പോസിഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആകാശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നക്ഷത്രമുണ്ട്. നിങ്ങൾ എങ്ങനെ മൊബൈൽ വെച്ചാലും നിങ്ങൾക്ക് സ്റ്റാർ ട്രയൽ ഫോട്ടോഗ്രാഫി എടുക്കാം. പക്ഷേ നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്ന പോലെയാണ് നമുക്കതിൻ്റെ ഫ്രെയിം വേണ്ടത് അല്ലേ. അല്ലാണ്ട് വെറുതെ ഒരു ആകാശം കാണുന്നുണ്ട്, നക്ഷത്രങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അവിടേക്ക് വെച്ച് ഫോട്ടോ എടുത്തിട്ട് അതിലൊരു ത്രില്ലില്ല അല്ലേ. അപ്പോൾ പോളാറിസ് എന്ന നക്ഷത്രം ആയിരിക്കണം നിങ്ങൾ കേന്ദ്ര ബിന്ദുവായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പോസിഷന് ക്ലിയർ ആയില്ലേ. ഇനിയുള്ളത് ഇൻ്റർവിലോമീറ്റർ എന്ന ആപ്ലിക്കേഷനാണ്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. ഇതിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ക്യാമറ ഐക്കൺ കാണാം. അത് എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ മൊബൈൽ ഒന്നിൽ കൂടുതൽ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ക്യാമറ ആപ്ലിക്കേഷൻസ്. സോ ഈ ഇൻ്റർവിലോമീറ്റർ ആപ്ലിക്കേഷൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ മൊബൈലിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകളിൽ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ആ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ക്യാമറാസും കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരേ ഒരു ക്യാമറയുള്ളൂ, ഞാനത് ചൂസ് ചെയ്തു. ഇനി താഴെയുള്ള ഓപ്ഷന് സെറ്റപ്പ് ഇൻ്റർവിലോമീറ്റർ ആൻഡ് ക്യാമറ, ഇതിലാണ് നമ്മൾ സെറ്റിങ്സ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക, ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആവും. അതിൽ കോൺഫിഗർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ഐക്കൺ വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ക്യാമറേൻ്റെ ഷട്ടർ ബട്ടണിൽ പോയിട്ടാണ് ഇരിക്കുക. ഇനി സപ്പോസ് അത് ഷട്ടർ ബട്ടണിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഷട്ടർ ബട്ടണിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ വെച്ച് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്യുക. ആ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന സ്ക്രീന് ഇതാണ്. ഇതിൽ 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കാണിക്കുക: ടൈമർ, ഇമേജസ്, ഇൻ്റർവെൽ. ഈ ടൈമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ വെക്കാം. ടൈമർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോട്ടോ എടുക്കുന്ന പ്രോസസ്സ് അത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ട്രൈപോഡ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വെക്കാനൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സപ്പോർട്ടിന് മൊബൈൽ വെക്കാനുള്ളൊരു ഗ്യാപ്പില്ലേ, അതിന് വേണ്ടിയിട്ടാണ് 15 സെക്കൻഡ്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം. മേ ബി 30 സെക്കൻഡ് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ കുറച്ച് അധികം സമയം വേണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡോ 1 മിനിറ്റോ എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ടൈമർ എന്ന് പറയുന്നത് ഇതാണ്. ഫോട്ടോ എടുക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അതിനുള്ള ടൈം കൊടുക്കുന്നതാണ് ടൈമർ. ഇനിയുള്ളത് ഇമേജസ് ആണ്. ഇമേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഫോട്ടോ എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 200 ഫോട്ടോ ആണ്. നിങ്ങളത് കേട്ടിട്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 ഫോട്ടോ എടുക്കാം, 100 ഫോട്ടോ എടുക്കാം, 150 ഫോട്ടോ എടുക്കാം, 200 എടുക്കാം, അതിൽ കൂടുതലും എടുക്കാം. അപ്പം ഞാൻ 200 എടുക്കാൻ കാരണം എനിക്ക് കുറച്ചുകൂടി നല്ല ലെങ്തി ആയിട്ടുള്ള ലൈൻസ് വേണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അധികം ഫോട്ടോ എടുക്കുന്നോ അത്രയും ലെങ്തി ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർ ട്രെയിൽസ്. അപ്പോൾ
ഇമേജസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ഫോട്ടോ ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇമേജസ്. അവിടെ നിങ്ങൾക്ക് ആ കൗണ്ടിൽ 200 വേണമെന്നുണ്ടെങ്കിൽ 200 കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷൻ ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ ഞാൻ ഒരുപാട് വേറെ സ്റ്റാർ ട്രയൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതിലെല്ലാം 30 സെക്കൻഡും 1 മിനിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കരുത്. ഇപ്പോൾ 1 സെക്കൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 സെക്കൻഡിൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മൂവ് ആവുന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ നിങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഇനി അടുത്ത ഫോട്ടോ എടുക്കാൻ നിങ്ങൾ 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ അടുത്ത 30 സെക്കൻഡ് ക്യാമറ ഫോട്ടോ എടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് വരും. പിന്നെ ആ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫോട്ടോ എടുക്കുക. അപ്പോൾ അവിടെ നക്ഷത്രം വരും. പിന്നെ അടുത്ത 30 സെക്കൻഡ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നില്ല, വീണ്ടും അവിടെ ഗ്യാപ്പ് വരും. സോ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ലൈൻസ് ബ്രേക്ക് ആയ പോലെ തോന്നും. ഒരു ക്ലിയർ ആയിട്ട് ലൈൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഇൻ്റർവെല്ല് 1 സെക്കൻഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ കൊടുത്ത സെറ്റിങ്സ് എല്ലാം ഇൻ്റർവെലോമീറ്ററിനാണ്. അതായത് എത്ര ഫോട്ടോസ് എടുക്കണം, എത്ര ഗ്യാപ്പ് വേണം, എത്ര ടൈം കഴിഞ്ഞിട്ട് തുടങ്ങണം എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ ക്യാമറയിൽ സെറ്റിങ്സ് മാറ്റാനുണ്ട്. ആ സെറ്റിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ മൊബൈലിൽ സെറ്റിങ്സ് വെക്കുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം വരുന്നത് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസിനെ കുറിച്ച് നിങ്ങൾ അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമല്ലോ, ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ വാല്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഫോട്ടോ കുറച്ച് യെല്ലോ ടോണിൽ വേണ്ടി വരും, ചിലർക്ക് ഗ്രീൻ കളറിൽ വേണ്ടി വരും, ചിലർക്ക് അത് ബ്ലൂ കളറിൽ. അപ്പോൾ ആ കളർ ഒരു ടോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യാം. സോ വൈറ്റ് ബാലൻസിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് എക്സ്പോഷറാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഫോണിൽ ഏറ്റവും മാക്സിമം ഷട്ടർ സ്പീഡ് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില ഫോണിൽ 16 സെക്കൻഡ് ആയിരിക്കും, ചില ഫോണിൽ 30 സെക്കൻഡ് ആയിരിക്കും. എൻ്റെ ഫോണിലുള്ളത് 30 സെക്കൻഡാണ്. ചിലർ ഫോണിൽ 32 വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 32 എത്രയാണോ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത് ആ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ളത് ഫോക്കസാണ്. അത് എപ്പോഴും മാനുവൽ ഫോക്കസിൽ ഇടാൻ നോക്കുക. ചിലർ ഫോണിൽ AF എന്ന് കാണിക്കും, MF എന്നും കാണിക്കും. അതിൽ നമ്മൾ MF ആണ് സെലക്ട് ചെയ്യേണ്ടത്, അതായത് മാനുവൽ ഫോക്കസ്. ചിലരിൽ AF MF എന്നല്ല ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഉണ്ടാവും, ഒന്നൊരു മൗണ്ടെയിൻ്റെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻ്റെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്, അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ. സോ ഞാൻ പറഞ്ഞു വരുന്നത് പോർട്രേറ്റ് മോഡിൻ്റെ ഫോക്കസ് ഒരിക്കലും ചൂസ് ചെയ്യരുത്, മാനുവൽ ഫോക്കസിലേക്ക് പോവുക. ഇനിയുള്ളത് ISO. അത് നിങ്ങൾക്ക് ഒരു 1600 അല്ലെങ്കിൽ ഒരു 2000 ആ റേഞ്ചിലേക്ക് പോവാം. ഓവറായിട്ട് ഇപ്പോൾ 3200 ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പോകരുത്. നിങ്ങളുടെ ഫോട്ടോ ഭയങ്കര ഗ്രെയിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ISO ഒരിക്കലും മാക്സിമം പോകണ്ട. ഒരു 2000 താഴെ അത്ര മതി. ഒരു 1600 2000 ആ റേഞ്ചിലുള്ളത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ക്യാമറയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എല്ലാം സെറ്റായി. ഇപ്പോൾ നമുക്ക് ക്യാമറയിലുള്ള സെറ്റിങ്സ് ചെയ്തു, ഇൻ്റർവെലോമീറ്റർ സെറ്റിങ്സ് ചെയ്തു, കോമ്പോസിഷനും നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുവാൻ ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റാർ വാക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പോളാറിസ് എന്ന സ്റ്റാറിനെ ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയുടെ കോമ്പിനേഷൻ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സെറ്റായാൽ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ക്യാമറ സെറ്റിങ്സുകൾ എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് മൊബൈൽ ട്രൈപോഡിൽ വെച്ച് ഇൻ്റർവെലോമീറ്ററിലെ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ മുതൽ ക്യാമറ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരുന്നത് വരെ മൊബൈലോ ട്രൈപോഡോ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇരുട്ടാണ്, നല്ല കൊതുകുണ്ട്. എത്രയും വേഗം വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് 200 ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർവെലോമീറ്ററിൽ നിങ്ങൾ 200 ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ 200 ഫോട്ടോസ് ഉണ്ട്. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ 200 ഫോട്ടോസും നമുക്ക് മെർജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് സ്റ്റാർ ട്രയൽ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലെ തന്നെ കോമറ്റ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതായത് അതിൽ ആ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. നിങ്ങളെ നക്ഷത്രം ഒരു കോമറ്റ് സ്റ്റൈലിൽ, അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിക്കായിട്ട് പിന്നെ അതിൻ്റെ ടെയില് നല്ല തിന്നായിട്ട് വരുന്ന പോലെ. പേഴ്സണലി എനിക്ക് എൻ്റെ സ്റ്റാർ ട്രയൽ ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. സോ അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിലധികം ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നുള്ളത്
ടാപ്പ് ടു ഇമ്പോർട്ട് ഇമേജസ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗാലറിയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള 200 എങ്കിൽ 200, 100 എങ്കിൽ 100 ആ ഫോട്ടോസ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒന്നൊന്നായിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും അത്. ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും ഒരുമിച്ച് സെലക്ട് ആവും. അങ്ങനെ സെലക്റ്റായിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ടായിട്ട് നമുക്ക് ആ സ്റ്റാർ ട്രേയിൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ആപ്ലിക്കേഷൻ തന്നെ അതായത് നമ്മളെ 200 ഫോട്ടോസും അത് മെർജ് ചെയ്യാണ്. മേലെ വെച്ച് സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കും. ഈ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഫോട്ടോ അതിൽ സേവ് ആയിട്ടുണ്ടാവും. സോ ഞാനിപ്പോൾ പറഞ്ഞ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്റ്റാർ ട്രയൽ ഫോട്ടോഗ്രാഫി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫെയിൽ ആയിക്കോട്ടെ സക്സസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പേര് കൂടി അതിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്തുള്ള ഫോട്ടോസ് എനിക്കും കാണാൻ പറ്റും. ഷാജഹാൻ.ഫോട്ടോ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഇനി നിങ്ങൾക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്ക് എല്ലാ കാര്യവും അറിയാമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ അറിവാണ് ഇമ്പ്രൂവ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം അല്ലേ? സോ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയൊരു ദിവസം കാണാം. ഗുഡ് നൈറ്റ്.